ഹലോ ഗായ്സ്, അപ്പോൾ നാളെ എൻ്റെ വളകാപ്പാണ്. അതിനുള്ള തിരക്കാണ്. ഇപ്പോൾ ഞാൻ 34 വീക്സ് പ്ലസ് 2 ഡേയ്സ് ആയിട്ടുണ്ട്. എല്ലാം പാക്കിങ്ങിലാണ്. ആ സമയത്താണ് എൻ്റെ ഭർത്താവ് കയറി വരുന്നത്. പിന്നെ എൻ്റെ എല്ലാ പാക്കിങ്ങും കഴിഞ്ഞു. പിന്നെ ഞാനെല്ലാം അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ പോകാൻ നേരത്താണ് ബാക്കി പാക്കിങ് ഉണ്ടായത്. കണ്ടില്ലേ, വന്നു. ഇനിയിപ്പോൾ നാളത്തേക്കുള്ള തിരക്കാണ്. അതെല്ലാം ഞങ്ങൾ മീഷോന്ന് വാങ്ങിയതാണ്. ഈ കുപ്പി വളയും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് രാവിലെ കാലത്ത് നമ്മൾ വളകാപ്പിൽ നിന്ന് രാവിലെ നെയ്യ് കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. ഇതെല്ലാ നാട്ടിലും ഉണ്ടെന്ന് കേൾക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് കാൽ പിടിക്കലും അങ്ങനെ ഒരു ചെറിയ ചടങ്ങുകളുണ്ട്. എനിക്ക് കാൽ പിടിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് നല്ല ലോവർ അബ്ഡമൻ പെയിൻ ആയിരുന്നു. അതുകൊണ്ട് ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഗ്രാൻഡ്മയാണ്. അപ്പോൾ ഞങ്ങൾ നെയ്യ് കൊടുക്കൽ ചടങ്ങാണ്. എല്ലാ നാട്ടിലും ഇതുപോലെ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ 9ാം മാസമാണ് എൻ്റെ ഈ ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ 9 പേര് നെയ്യ് കൊടുക്കണം. ഇതെൻ്റെ ഫ്രണ്ട്സും കസിൻസും റിലേറ്റീവ്സും എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നെയ്യ് കൊടുക്കൽ കഴിഞ്ഞ് നമ്മൾ മാറ്റി ഒരുങ്ങി. ഇനിയിപ്പോൾ വളകാപ്പിനുള്ള തിരക്കാണ്. 1 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിലെത്തണം ഗൈസ്. അതിൻ്റെ മുന്നേ വളകാപ്പിനൊക്കെ ഒരുങ്ങി ഇതാ കല്യാണ വസ്ത്രത്തിൽ പോലെ ഒരുങ്ങിയിരിക്കണം. 9 പലഹാരങ്ങളാണ് ഉണ്ടായത്. എല്ലാവരും 7ാം മാസമാണ് പോവാറ്. ഞാൻ 9ാം മാസം പോയതുകൊണ്ട് 9 പലഹാരം. ആദ്യം തന്നെ എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് വളകാപ്പിലെ ചടങ്ങ് ചെയ്തു തന്നത്. പിന്നെ അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ചെയ്തു തന്നു. ആദ്യം ചന്ദനം തേച്ചു, പിന്നെ വളയിട്ടു, പിന്നെ സ്വീറ്റ്സ് തന്നു. ഞാനിപ്പോൾ കാണുന്നത് അങ്ങനെ എല്ലാവരും ഭർത്താവ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാ റിലേറ്റീവ്സ് അവിടെ ഉണ്ടായി എത്ര പേരുണ്ടോ അത്ര പേര് നമുക്ക് ചന്ദനവും വളയും സ്വീറ്റ്സെല്ലാം തന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വളകാപ്പിൻ്റെ ചടങ്ങ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ തമിഴ്നാട്ടിലെ ആചാരം പുതിയതായിട്ട് ഇപ്പോൾ ട്രെൻഡാണല്ലോ. അതുകൊണ്ട് നമ്മളും ചെയ്തു. അത്രയേ ഉള്ളൂ. ഹാപ്പിയാണ് കേട്ടോ.